നമസ്കാരം. കോൺഗ്രസിലെ മന്ത്രി ചർച്ചകളൊപ്പം തന്നെ ഘടകകക്ഷിയുമായുള്ള ചർച്ചകൾ അതെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം വരും. ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ്. അവസാനവട്ട ചർച്ചകൾ, കൂടിയാലോചനകളൊക്കെ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. അമൃത പണിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ഉച്ചതിരിഞ്ഞ് ഗവർണർക്ക് മന്ത്രിപ്പട്ടിക നൽകാനിരിക്കെ കോൺഗ്രസിലെ പേരുകൾ മാറിമറിയുകയാണ്. അവകാശവാദങ്ങളുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയതോടെ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നു. ചാണ്ടിയുമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ സ്ഥാനങ്ങളിൽ പുനരാലോചനയുണ്ട്. ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. ചർച്ച നടക്കല്ലേ, ചർച്ച നടക്കട്ടെ. പാർട്ടിയുടെ തീരുമാനം പാർട്ടി പറയും. അതിന് മുമ്പ് ഞാൻ കയറി അഭിപ്രായം പറയുന്നതിന് പാർട്ടി പറയട്ടെ. അതിനകത്ത് ഒരാകാംക്ഷ ഞങ്ങൾക്കില്ല. ഇതിപ്പം ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടമായ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ വികസനമാണ്. 2, ഞങ്ങൾ കൊടുത്ത ഗ്യാരണ്ടിയാണ്. ഇത് നടപ്പിലാക്കാൻ ഒരു മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ വരെ കാത്തിരിക്കൂ. എൻ്റെ ജീവിതം ഈ പ്രസ്ഥാനത്തിനാണ്. ആ പ്രസ്ഥാനം എന്ത് തീരുമാനമെടുക്കുന്നതും ശരിയായിരിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെനിക്ക് ഉത്തമ വിശ്വാസമാണ്. എൻ്റെ നേതാക്കൾ അവർ ആവശ്യമുള്ളവർ വേണ്ട രീതിയിൽ ചെയ്യും തീരുമാനം. എന്നെ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനം 100% സന്തോഷപൂർവ്വം അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മുന്നണി കറക്റ്റായിട്ട് മുന്നോട്ട് പോകുകയാണ്. ജനാഭിലാഷം എന്താ? കേരളത്തിൽ ഈ മുന്നണി ഭംഗിയായി പോകണം എന്ന് തന്നെയാണ്. അതേസമയം മന്ത്രിസഭാ പ്രവേശന സാധ്യത മങ്ങുന്നതിനിടെ മുതിർന്ന നേതാവ് AK ആന്റണിയുമായി T സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തുകയാണ്. VT ബൽറാം സ്പീക്കർ അയക്കുമെന്നാണ് വിവരം. മന്ത്രിയാക്കണമെന്ന ആവശ്യം IC ബാലകൃഷ്ണൻ ആവർത്തിക്കുകയാണ്. പട്ടികവർഗ വിഭാഗത്തോട് മുഖ്യമന്ത്രിയും കോൺഗ്രസും നീതി കാണിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് IC ബാലകൃഷ്ണൻ 24-നോട് പറഞ്ഞു. അപ്പോൾ പട്ടികവർഗക്കാരോടുള്ള ഒരു വലിയ നീതി, ഈ സമൂഹത്തോടുള്ള നീതി എൻ്റെ പാർട്ടി നേതാക്കൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും AICC നേതാക്കളും KPCCയും കാണിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ 4 ടേമായി ഭൂരിപക്ഷം വർദ്ധിച്ച് വിജയിച്ചു വന്ന ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഞാനെന്ന് എന്റെ നേതാക്കൾക്കറിയാം. തനിക്ക് പുറമെ വിശ്വസ്തരെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയമുണ്ട്. R ശ്രീജിത്ത്, KR ഗോപികൃഷ്ണൻ, B ദിലീപ് കുമാർ എന്നിവർ. ആദ്യം R ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇപ്പോൾ പട്ടിക മാറിമറിയുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് അത് ലീഗ് ക്യാമ്പിൽ നിന്നാണ്. പാറക്കൽ അബ്ദുള്ള മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന്. ഏതായാലും ഏത് തരത്തിലേക്കാണ് അവസാനവട്ട കൂടിയാലോചനകൾ? സമ്മർദ്ദ തന്ത്രങ്ങൾ മറുഭാഗത്ത് മറ്റു ചിലർ പയറ്റുന്നു. എപ്പോൾ പട്ടിക ഉണ്ടാകും, പുറത്തേക്ക് വിടും? അനുജ, UDFന്റെ മന്ത്രിസഭ ടീം VD സതീശൻ 21-അംഗ മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ 2 മണിയോടെ അന്തിമ ചിത്രം വ്യക്തമാകും. 2 മണിയോടെ ചർച്ചകൾ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിക്ക് എല്ലാ മുന്നണികളിലെ എല്ലാ ഘടകകക്ഷികളും കത്ത് കൈമാറും. അതനുസരിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള മന്ത്രിമാരുടെ വിവരങ്ങൾ ലോക്ഭവനിലേക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ്. ലീഗിൻ്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു മാറ്റത്തിനു കൂടി സാധ്യതയുണ്ട്. ഒരുപക്ഷേ AK അഷ്റഫും കളമശ്ശേരി അബ്ദുൽ ഗഫൂറും തമ്മിൽ മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ടേം വ്യവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു അന്തിമ ചിത്രം വ്യക്തമാകുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ലീഗിന് മേൽ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് മന്ത്രിമാരിൽ 8 പേരുടെ കാര്യത്തിലാണ്, മുഖ്യമന്ത്രി അടക്കം 8 പേരുടെ കാര്യത്തിലാണ് അന്തിമ ധാരണയായിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ 4 പേരുടെ കാര്യത്തിലാണ് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിൽ തന്നെ IC ബാലകൃഷ്ണൻ പേരുണ്ട്, ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ്റെ പേരുണ്ട്, T സിദ്ദിഖിൻ്റെ പേരുണ്ട്, അൻവർ സാദത്തിൻ്റെ പേരുണ്ട്. അങ്ങനെ പലവിധ തരത്തിലുള്ള പരിഗണനകൾക്ക് വിധേയമായ പേരുകളെല്ലാം വരികയാണ്. ചാണ്ടിയുമ്മൻ്റെ കാര്യത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു ഉറപ്പ് ഇന്ന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ AICCയിൽ നിന്നും മറ്റും ചാണ്ടിയുമ്മന് വേണ്ടിയും IC ബാലകൃഷ്ണന് വേണ്ടിയുമുള്ള കോളുകൾ സംസ്ഥാന നേതൃത്വത്തിനും മറ്റും ലഭിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ദേശീയ തലത്തിൽ നിന്നും മറ്റും വരുന്നുണ്ട്.
വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനം എന്താകുമെന്ന കാര്യത്തിൽ ഉള്ള ഒരു അന്തിമവട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോഴും KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തുടരുന്നത്. 1 മണിക്കൂറിനകം ഈ ചർച്ചകൾ പൂർത്തീകരിക്കുമെന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ 2 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അന്തിമ ചിത്രം 2 മണിയോടെ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ കാര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് ക്യാബിനറ്റ് പദവിയുമാണ് അവരെ അനുനയിപ്പിക്കുന്നത്. മറ്റ് അനൂപ് ജേക്കബിൻ്റെയും മാണി സി കാപ്പൻ്റെയും കാര്യത്തിൽ ടൈം വ്യവസ്ഥയാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. എന്തായാലും CMPയുടെ ജനറൽ സെക്രട്ടറി CP ജോണിന് സഹകരണ വകുപ്പ് നൽകാനുള്ള നീക്കമുണ്ടായിരുന്നെങ്കിലും അതിനെതിരെയായും ുള്ള ശക്തമായ സമ്മർദ്ദം കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വരുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന്. ഇപ്പോൾ ഇന്ദിരാഭവനിൽ നിന്ന് KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട്. ഗോപി, ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഗവർണർക്ക് ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഘടകകക്ഷികൾ PJ ജോസഫ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഫോർമുലയോട് അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ടേം വ്യവസ്ഥ അംഗീകരിക്കാൻ മാണി സി കാപ്പനും ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണോ കാര്യങ്ങൾ? അനുജ, അമൃത, വി ഡി സതീശൻ സർക്കാർ അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായി ഈ ചർച്ചകൾ പൂർത്തിയാക്കി ഒരു മന്ത്രിമാരുടെ അന്തിമ പട്ടിക രൂപപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കുകയാണ്. ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരുമായി ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും ചർച്ചകൾ നടത്തുകയാണ്. ഇപ്പോഴും ഈ മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ അവരുടെ മന്ത്രിസ്ഥാനവും വകുപ്പുകളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഏകദേശം ധാരണയായിട്ടുണ്ടെങ്കിലും 3-4 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. മന്ത്രിയാകാനുള്ള തങ്ങളുടെ യോഗ്യതയും അർഹതയും ഒക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കൂടുതൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നിയുക്ത MLA മാർ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഒരല്പം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. T സിദ്ദിഖ്, അതോടൊപ്പം അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളൊക്കെ ഈ അവസാന വട്ടത്തിൽ പരിഗണനയിലേക്ക് വരികയാണ്. അല്പം മുൻപ് IC ബാലകൃഷ്ണനും T സിദ്ദിഖും ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ IC ബാലകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പട്ടികവർഗ വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകുന്ന പതിവ് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ പതിവ് തെറ്റിക്കില്ലെന്നും കോൺഗ്രസും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ നേതാവും ആ കാര്യം സജീവമായി പരിഗണിച്ചുകൊണ്ട് പട്ടികവർഗ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചു കയറിയ തനിക്ക് മന്ത്രിസഭയിൽ കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് IC ബാലകൃഷ്ണൻ പങ്കുവച്ചത്. നേരത്തെ ഞാൻ T സിദ്ദിഖുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അദ്ദേഹവും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള കൂടിയാലോചനകളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴും പട്ടിക പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ അന്തിമമായ പട്ടിക ഗവർണർക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് നേതൃത്വമുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലുമാണുള്ളത്. നേരത്തെ ഇടയ്ക്ക് വെച്ച് ഇവിടെ നിന്ന് കന്റോൺമെന്റ് ഹൌസിലേക്ക് ഇറങ്ങുമ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തോട് പട്ടിക പൂർത്തിയായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ടതില്ല, എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു, കൂടിയാലോചനകൾ നടക്കുന്നു. T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ പോലുള്ള നിയുക്ത കോൺഗ്രസിൽ അവസാന വട്ടം നടക്കുന്ന കൂടിയാലോചന. അതിനിടെ മുസ്ലിം ലീഗിൽ ആരൊക്കെയാകും മന്ത്രിമാർ എന്നതിൽ തീരുമാനമായിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി എന്നിവർ മന്ത്രിമാരാകും. V അബ്ദുൽ ഗഫൂറും മന്ത്രിയാകും എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. ദീപക് ധർമ്മടമാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. ദീപക്, അങ്ങനെ പേരുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 5 മന്ത്രിസ്ഥാനം ലീഗിന്. ഒപ്പം തന്നെ ഇതിൽ PK ബഷീർ ഉണ്ടാകും, വളരെ പ്രധാനമാണത്. അബ്ദുൽ ഗഫൂർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഫാറക്കിൽ അബ്ദുള്ള ഇല്ല. അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, 3 ദിവസം മുമ്പ് 24 പറഞ്ഞ പട്ടികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോഴും തങ്ങൾ നടത്തിയില്ല. അല്പസമയത്തിനകം നടത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ അവസാനവട്ട കൂടിയാലോചനയിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ, ET മുഹമ്മദ് ബഷീർ, PMA സലാം ഇവർ മാത്രമുള്ള യോഗം ഇപ്പോൾ നടക്കുകയാണ്. പാർലമെന്ററി ബോഡി യോഗം തങ്ങളെ ചുമതലപ്പെടുത്തി. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് കോഴിക്കോടിന് മന്ത്രിയില്ല, പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, അബ്ദുൽ ഗഫൂർ, നേരത്തെ തന്നെ നമ്മൾ 4 മന്ത്രിമാരാണ് എങ്കിൽ അവർ ഇവർ ആയിരിക്കുമെന്ന് കൃത്യമായി നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ലീഗിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണയായിരുന്നു അത്. PK ബഷീറിന്റെ പേര് വന്നു. പക്ഷേ എന്നാൽ PK ബഷീർ പിന്നീട് പട്ടികയിൽ നിന്നും പുറത്തു പോകുമെന്നുള്ള വാർത്ത പ്രചരിച്ചു.
പക്ഷേ എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് PK ബഷീറിന് പട്ടികയിൽ ഇടം കിട്ടി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഔദ്യോഗികമായി ഇത് ഇപ്പോഴും ലീഗ് പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ വേണ്ടി അത് തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളാണെങ്കിൽ യോഗത്തിൽ പറഞ്ഞത് മനസ്സിലാണ് പേര്, കടലാസിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഏതായാലും അരമണിക്കൂറിനകം ഈ പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകണം, നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകണം. നിയുക്ത മുഖ്യമന്ത്രി 2:30 മണിയോടുകൂടി 2 മണിക്കും 2:30 മണിക്കും ഇടയിൽ ഗവർണർക്ക് പട്ടിക കൈമാറും, അതായത് ക്യാബിനറ്റിന്റെ പട്ടിക കൈമാറും. അപ്പോൾ സ്വാഭാവികമായും ഇനി അധികം വൈകാതെ തന്നെ ലീഗ് ഔദ്യോഗികമായി മന്ത്രിമാരുടെ പേരുകൾ പറയേണ്ടി വരും. 5 മന്ത്രിമാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞു. ആ 5ാമത്തെ മന്ത്രിയായി കളമശ്ശേരിയിൽ നിന്നും അബ്ദുൽ ഗഫൂർ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ജില്ലയുടെ പ്രാതിനിധ്യത്തിൽ എറണാകുളം ജില്ലയ്ക്ക് കിട്ടുമ്പോൾ കോഴിക്കോട് ജില്ലയ്ക്കില്ല, കാസർഗോഡ് ജില്ലയ്ക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തിന്റെ അരമണിക്കൂർ നീണ്ട അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് പല പരിഗണനകളുണ്ട്, ആ പരിഗണനകളെല്ലാം പൂർത്തീകരിക്കാനാകില്ല, എല്ലാം ഫുൾഫിൽ ചെയ്യാനാകില്ല, പക്ഷേ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഇതിൽ ദീപക്, ഈ PK ബഷീറിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അതൊക്കെ കൊണ്ടാണോ അവസാന നിമിഷം അദ്ദേഹം വീണ്ടും വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നത്? മറ്റൊന്ന്, നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ കാസർഗോട്ട് നിന്ന് ആവശ്യം ഉയർന്നിരുന്നു, മന്ത്രി വേണം, കോഴിക്കോട്ട് നിന്ന് മന്ത്രി വേണമെന്ന ആവശ്യം. ഏതായാലും അതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അനുജ, 2 ജില്ലകളിൽ നിന്നും കാര്യമായ ആവശ്യം ഉണ്ടായിരുന്നു. അത് നേരത്തെ കല്ലട്ര മായനാജി നമ്മളോട് തന്നെ സംസാരിച്ചതാണ്. അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ പറഞ്ഞതാണ്, കാസർഗോഡ് വലിയ വിജയമാണ് ലീഗിനുണ്ടായത്, ഒരു പിന്നോക്ക ജില്ലയാണ്, അതുകൊണ്ട് പരിഗണന വേണം, കാസർഗോഡിനൊരു മന്ത്രി വേണം എന്നുള്ളത്. ഇന്ന് സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരും, മഞ്ചേശ്വരം MLA അഷ്റഫും അതുപോലെ തന്നെ TMA സലാം പ്രതികരിക്കും. ലിസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിലുണ്ട്. UDF ഒരുമിച്ചാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ലീഗിന്റെ മന്ത്രിമാരെ എല്ലാ ഘടകകക്ഷികളും അവരവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. പക്ഷെ എല്ലാവരും ഏതാണ്ട് ഒരേ സമയത്തായിരിക്കും. അത് അറിഞ്ഞിട്ടില്ല. അത് UDF ചർച്ച ചെയ്ത് പറയും. ഏത് പാർട്ടിയുടെ? മുസ്ലിം ലീഗിന്റെ 5 ആരാ പറഞ്ഞത്? അത് കൊടുക്കുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, അതിൽ കൂടുതൽ ഉണ്ടായാലോ? ലീഗ് മന്ത്രിമാരെ തങ്ങൾ പ്രഖ്യാപിക്കും. അത് ഘടകകക്ഷികൾ വെവ്വേറെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ തരത്തിലേക്ക് ലീഗും പ്രഖ്യാപിക്കും. അത് അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് PMA സലാം വ്യക്തമാക്കിയത്. വളരെ പ്രധാനപ്പെട്ട യോഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാകും ഈ പട്ടിക പ്രഖ്യാപനം നടത്തുക. 5 മന്ത്രിമാർ എന്ന വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. ദീപക് തുടരും. ഇതിൽ ഇപ്പോൾ PMA സലാം മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് അത് തങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം വളരെ കൃത്യം, ലീഗിൽ എല്ലാ കാര്യങ്ങളും ഭദ്രമായി തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം PMA സലാം ചേരുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. 5 മന്ത്രിമാർ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാൻ പോകുന്നു. എന്താണ് പ്രതികരണം? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമസഭാ അംഗത്വം കിട്ടിയ കാലഘട്ടമാണ്. പൊതുസമൂഹം മുസ്ലിം ലീഗിനെ ഇത്രമാത്രം അംഗീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞു. എല്ലാവരും പരസ്പരം സന്തോഷവും ആഹ്ലാദവും പങ്കിട്ട് പിരിഞ്ഞു. 5 മന്ത്രിമാരാണ് എന്നുള്ളതാണ് തീരുമാനം. അതാരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ? ഇല്ല, 5ന്റെ അർഹതയുണ്ട് എന്നുള്ളതും 5 പേരെ കിട്ടുമെന്നും എണ്ണം അതുപോലെ തന്നെ മന്ത്രിമാർ ഇതൊക്കെ UDF ഒരുമിച്ച് പറയും. എപ്പോഴേക്കുണ്ടാവും തീരുമാനം? എപ്പോൾ പറയും? ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒക്കെ വൃത്തിയാവും. ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കില്ല. ഓരോ പാർട്ടിയും അവരവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. പക്ഷെ ഏതാണ്ട് എല്ലാം ഒരേ സമയത്തായിരിക്കും. ലീഗിന്റെ മന്ത്രിമാരെ തങ്ങൾ പ്രഖ്യാപിക്കും. തീർച്ചയായും. എപ്പോഴത്തേക്ക് ഉണ്ടാവും പറയാൻ പറ്റും? ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒക്കെ ക്ലിയറാണ്. 3:30 മണിക്ക് മുമ്പ് ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പിന്നെ പ്രഖ്യാപനം നടക്കും. ഈ ജില്ലയുടെ പ്രാതിനിധ്യം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾ കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രാതിനിധ്യമാണ് നോക്കുന്നത്. ഇത് PMA സലാം, താങ്ക് യു. അദ്ദേഹം വളരെ കൃത്യമായി 24നോട് പറഞ്ഞു കഴിഞ്ഞു. 2 കാര്യങ്ങളാണ്. ഒരു ജില്ലയുടെ പ്രാതിനിധ്യമല്ല, ലീഗ് സംസ്ഥാനത്തിന്റെ തന്നെ കേരളത്തിന്റെ തന്നെ പ്രാതിനിധ്യമാണ് നോക്കുന്നത് എന്നുള്ളത്. സാദിഖ് അലി തങ്ങളായിരിക്കും ഈ ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ളത്, അതുപോലെ എത്ര മന്ത്രിമാർ എന്നുള്ളത് പറയുക. അത് 5 എന്നുള്ളത് നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ 24നോട് പറഞ്ഞിരിക്കുന്നത്. അനുജ,
അതാണ് അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. ഏതായാലും വൈകുന്നേരത്തിന് മുൻപ് പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട്. പിന്നീടാണ് ഗവർണർക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകേണ്ടത്. അപ്പോൾ ആ പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ച് 5 മന്ത്രിമാർ എന്നുള്ളത് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത പ്രാതിനിധ്യം ലീഗിന് ലഭിക്കുന്നു എന്നതാണ് PMA സലാം വ്യക്തമാക്കിയത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, ഒപ്പം അബ്ദുൾ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് VD സതീശൻ ക്യാബിനറ്റിൽ 5 ലീഗ് മന്ത്രിമാർ ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് 24 പുറത്തുവിടുന്നത്. ഔദ്യോഗിക തീരുമാനം ഇതുവരെ വന്നിട്ടില്ല, അത് തങ്ങൾ പറയും എന്നാണ് PMA സലാം അല്പസമയം മുമ്പ് അറിയിച്ചിരുന്നത്. അപ്പോഴും എത്ര മന്ത്രിമാരുണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. വളരെ വൈകാതെ തന്നെ അത് അറിയിക്കും എന്ന് പറയുന്നുണ്ട്. UDF ഇന്നിപ്പോൾ ഗവർണറെ കാണാനിരിക്കുന്നു. വൈകിട്ട് അതിനു മുമ്പായുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടിയാലോചനകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, അബ്ദുൾ ഗഫൂർ എന്നിവർ മന്ത്രിമാരായേക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ തന്നെ PK ബഷീറിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം അണികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആവശ്യവുമായി മുന്നോട്ട് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ യോഗം അവസാനിക്കുമ്പോൾ ഈ 5 പേർക്കായിരിക്കും ക്യാബിനറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായി നമ്മൾ കാണുന്നത്. അതിനിടെ ലീഗിന് വകുപ്പ് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന വാർത്തയുമുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. ഫിഷറീസ് ഒരുപക്ഷെ ലീഗിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്രാമവികസന വകുപ്പ് ലീഗിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അടുത്ത വാർത്തയിലേക്ക്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് ഫോർമുലയ്ക്ക് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും അംഗീകരിക്കില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നു. 24 മോൻസ് ജോസഫ് നടത്തിയ പ്രതികരണം. 2 മന്ത്രിസ്ഥാനം പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ചർച്ചയിൽ ആ രീതിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത UDF ഗവൺമെൻറ്റിൽ 2 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും 3 സ്ഥാനങ്ങളുണ്ടാകും. 9 MLA-മാരാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ കേരള കോൺഗ്രസിനുണ്ടായിരുന്നപ്പം ചീഫ് വിപ്പ് കോൺഗ്രസോ മറ്റു കക്ഷികളോ എടുക്കട്ടെ, പക്ഷേ കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം എന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യോഗം തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ ചേർന്നു. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഈ യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായോ? അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? വിപിനിലേക്ക് എത്താം. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളോട്. ഞങ്ങൾ നേതാക്കളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഒന്നുകൂടി അതിന്റെ അന്തിമ തീരുമാനം വൈകുന്നേരമാണ് പറയുന്നത്. ഇങ്ങോട്ട് നിൽക്കാവോ? ഞങ്ങള് ലീഗിന്റെ 5 മന്ത്രിമാരെ തീരുമാനിച്ചോ? ലീഗ് മന്ത്രിമാരെ അന്തിമമായിട്ട് വൈകുന്നേരമാണ് പ്രഖ്യാപിക്കുക. അല്ല പ്രഖ്യാപനം പിന്നീടെന്ന് അല്ല, അത് കഴിഞ്ഞാൽ പ്രഖ്യാപനം പിന്നീട് പറയുമ്പോഴും ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ നേതൃതലത്തിൽ ഞങ്ങൾ കൂടിയാലോചനയൊക്കെ നടത്തി. ഇനി വൈകുന്നേരം ഞങ്ങൾ പ്രഖ്യാപിക്കും. 5 മന്ത്രിമാരെ വൈകിട്ട് പ്രഖ്യാപിക്കും. ലീഗിന്റെ മന്ത്രിമാര് അത് വൈകുന്നേരമാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുക. UDF-ന്റെ തീരുമാനമായി. അതെ. പ്രഖ്യാപനം വൈകിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. ഒരുമിച്ച് പ്രഖ്യാപിക്കും എന്നതിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം പ്രഖ്യാപിക്കും. തീരുമാനമായി കഴിഞ്ഞു എന്നാണ് ലീഗ് നേതാക്കൾ അറിയിച്ചത്. വിപിൻ C. വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് എന്താണ്? 2 മന്ത്രിസ്ഥാനം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണോ? അനുജ 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുന്നു. ഇനി അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ 1 മന്ത്രിയാണോ അതല്ല 2 മന്ത്രിമാരുണ്ടാവുമോ എന്നുള്ളതാണ് ഒരു ആകാംക്ഷയുള്ളത്. ഇപ്പോൾ MLA ഹോസ്റ്റലിൽ PJ ജോസഫും ഒപ്പം തന്നെ മോൻ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. 1 മന്ത്രിസ്ഥാനമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃഷി ജലസേചനം എന്നുള്ളതാണ്. അതല്ല, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചീഫ് വിപ്പ് സ്ഥാനവും ലഭിക്കാൻ ഇടയുണ്ട്. ഒപ്പം തന്നെ
ഇവിടെ എല്ലാ ജില്ലാ ഘടകങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഏറെക്കുറെ അവരൊക്കെ തന്നെ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ 2 മന്ത്രിസ്ഥാനം ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസിനോടുള്ള ഒരു അനീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി ചർച്ചയിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പി ജെ ജോസഫും ഒപ്പം തന്നെ മോൻ ജോസഫുമാണ് ചർച്ചയ്ക്കായി പോകുന്നത്. അപ്പു ജോസഫ് ഇവിടെ ഉണ്ടായിരുന്നു, അവർ മടങ്ങിയിട്ടുണ്ട്. ലീഗ് സ്ഥാനാർത്ഥികളെ, ലീഗ് മന്ത്രിമാരെ ലീഗ് പ്രഖ്യാപിക്കും. കൂടുതൽ പറയുന്നില്ല. അല്ല കുഞ്ഞാപ്പ, ലീഗ് മന്ത്രിമാരെ തങ്ങൾ പ്രഖ്യാപിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കും. എത്ര മണിയോടെ ഉണ്ടാവും? സമയം നിശ്ചയിച്ച് പറയാം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അന്തിമ കൂടിയാലോചനകൾ, ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ പട്ടിക അന്തിമമായിട്ടില്ല. ഘടകകക്ഷികൾക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പാണ്. 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകി ഒരു മന്ത്രിസ്ഥാനം എന്നതിലേക്ക് അവർ വഴങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനിടെ മാണി സി കാപ്പൻ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. യോഗം വളരെ സന്തോഷത്തോടെ എല്ലാവരും ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളുടെ തീരുമാനം വൈകുന്നേരം പറയും. അങ്ങയുടെ ഒരു അരമണിക്കൂർ നീണ്ട വലിയൊരു പ്രസംഗത്തിൽ അങ്ങ് ജനങ്ങളെ മുഴുവൻ സേവിക്കാനുള്ള അവസരമായി കാണണമെന്ന് പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണല്ലോ. ജനങ്ങൾ അവരെ ജയിപ്പിച്ചത് എന്തിനാണ്? അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. കേവലം ജയിപ്പിച്ചതല്ല, ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. ഓരോ മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വമാണ് ഓരോ MLAക്കും ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ തന്നെ വേണം അവരോട് പ്രവർത്തിക്കാൻ. ലീഗ് മന്ത്രിമാരുടെ പ്രഖ്യാപനം എപ്പോഴേക്കും? അത് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. ഇന്ന് വൈകുന്നേരം. തങ്ങളെ ലീഗ് മന്ത്രിമാരുടെ പ്രഖ്യാപനം വൈകിട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ 24 പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. പക്ഷേ എന്നാൽ കോൺഗ്രസിലെയും മറ്റു ഘടകകക്ഷികളുടെയും തീരുമാനം ആയതിനു ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപനം എന്നുള്ളതാണ്. ഒരുമിച്ച് പ്രഖ്യാപനം എന്നുള്ള തരത്തിലേക്കാണ്. ഏതായാലും ലീഗ് തീരുമാനമായിരിക്കുന്നു. നമ്മൾ ആ പട്ടിക പുറത്തുവിടുകയും ചെയ്തു. 5 മന്ത്രിമാർ എന്നുള്ളതാണ് ലീഗിന്റെ തീരുമാനം. മാണി സി കാപ്പൻ ഒരു അതൃപ്തിയുണ്ട്. മന്ത്രിസ്ഥാനം വേണമെന്നും ടേം വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ KM ഷാജി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. KM ഷാജി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. യോഗത്തിന് ശേഷം അദ്ദേഹം മന്ത്രിയാകുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മന്ത്രിസ്ഥാനം വേണമെന്നും ടേം വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നും നിലപാട് ഘടിപ്പിക്കുകയാണ് മാണി സി കാപ്പൻ. മന്ത്രിസ്ഥാനം 5 വർഷം തന്നെ വേണമെന്നാണ് ആവശ്യം. പാലായിൽ നിന്ന് വന്ന് VD സതീശൻ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തലയും ഇക്കാര്യം ആവർത്തിച്ചു. ഇരുവരും വാക്ക് പാലിക്കണം. ടീം UDFന്റെ ഭാഗമാണ് താനെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഇന്നലെ. ബാക്കി കാര്യങ്ങൾ ടേം വ്യവസ്ഥ പറഞ്ഞു. എനിക്ക് സ്വീകാര്യമല്ലാതെ ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാവുന്നതാണ്. VD സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അപ്പോൾ അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ടീം UDF എന്നല്ലേ പറഞ്ഞത്. ആ ടീമിൽ എല്ലാവരും ഇല്ലേ? ഞാൻ ഒരു ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 6 പേര് കളിക്കുന്ന ടീമിൽ ഒരാളെ മാറ്റി എടുത്തിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എന്നെ ടീമിലോട്ട് പുറത്തോട്ട് ഇരുത്തിയിട്ടാണോ കളിക്കുന്നത്? അല്ല, ഒന്നിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അത് വരട്ടെ, വരുമ്പം ആലോചിച്ചോ. അത് ഓപ്പൺ ചെയ്യാതെ ആർക്കും പറയാൻ പറ്റില്ല. അത് സീൽ കവറിൽ പോയിട്ടുണ്ട്, CM പോയിട്ടുണ്ട്. അത് തങ്ങൾ എടുത്തൊരു ഡിസിഷൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ്. അതനുസരിച്ച് അദ്ദേഹം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാരെയും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അത് സീൽഡ് കവറിൽ CM കൊടുത്തിരിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തങ്ങൾ തന്നെ അത് പ്രഖ്യാപിക്കും. 5 പേരുടെ പേരുകൾ. അല്ല, അതൊക്കെ ഇപ്പം അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഏതാണ് അതെന്താണ് അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തീരുമാനിക്കും. ലീഗിന്റെ മന്ത്രിമാരുടെ പേരുകൾ നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം അംഗീകരിച്ചതിന് ശേഷം തങ്ങൾ തന്നെ പുറത്ത് പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ MK മുനീർ പറഞ്ഞത്. വീണ്ടും മാണി സി കാപ്പന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. MK മുനീർ 5 മന്ത്രി എന്നുള്ള തരത്തിലേക്ക് ചോദിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നുണ്ട്, അതെ 5 മന്ത്രി എന്ന്. പിന്നീട് ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിച്ച് പറയൂ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും മാണി സി കാപ്പന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. 5 വർഷം മന്ത്രിസ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സീറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലീമിസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മാണി സി കാപ്പന്റെ പ്രതികരണം. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘ്ന, കാപ്പൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണല്ലേ?
തീർച്ചയായും മാണി സി കാപ്പനും അതൃപ്തി തുടരുകയാണ്. ഘടകകക്ഷികളുമായി അടക്കമുള്ള ചർച്ചകൾ അത് അന്തിമഘട്ടത്തിലാണ്. പക്ഷേ ഇതുവരെ അതൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ നേരത്തെ മാണി സി കാപ്പൻ പ്രതികരിച്ചപ്പോഴും അത് കടുത്ത ഭാഷയിൽ തന്നെ തനിക്ക് ആ മന്ത്രിസ്ഥാനം ലഭിക്കണം, 5 വർഷം തന്നെ മന്ത്രിയായി ലഭിക്കണമെന്നുള്ളതാണ് മാണി സി കാപ്പൻ പറയുന്നത്. തന്റെ ആഗ്രഹം അങ്ങനെയാണ്. അതിൽ വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പാലയിൽ വന്ന് ഇത് വാക്ക് നൽകിയതാണ്. കൊടിവെച്ച കാറിലായിരിക്കും മടങ്ങി വരിക എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതുപോലെ തന്നെ പാലയ്ക്കായി വലിയ സമ്മാനം കാത്തിരിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വാക്ക് പാലിക്കണം. താൻ ഇല്ലാതെ എങ്ങനെയാണ് ടീം UDF ആവുക, താൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഗെയിം പൂർത്തിയാക്കുക എന്നുള്ളതാണ് മാണി സി കാപ്പൻ ചോദിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കോട്ടയത്ത് നിന്ന് മന്ത്രിമാരുടെ എണ്ണം കൂടുന്നത് ഒരു പ്രശ്നമാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മോൻസ് ജോസഫും ചാണ്ടി ഉമ്മനും അടക്കമുള്ള ആളുകൾ ഈ അവസാന പട്ടികയിലുണ്ട്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിനായി ചരടുവലികൾ നടത്തുന്നുണ്ട്. അതിൽ എന്ത് സമവാക്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫോർമുല കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അനൂപ് ജേക്കബിനും അതുപോലെ തന്നെ മാണി സി കാപ്പനും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാമെന്നുള്ളതാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. തനിക്ക് ഒക്കെ പ്രഖ്യാപനം നടക്കും. എത്ര മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവും? PMA സലാം 3 മണിയോട് കൂടി ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ലീഗിന്റെ എല്ലാ ഘടകകക്ഷികളുടെയും കാര്യം ഒരുമിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ട് സമർപ്പിക്കും. ഇന്ന് 4 മണിക്ക് മുമ്പ് ഒക്കെ തീരും. ലീഗിന്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി. എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും തീരുമാനമായി. ലീഗിന്റെ കാര്യം നിങ്ങളോട് ലീഗിന്റെ കാര്യമല്ലേ ചോദിക്കുക? UDF-ന്റെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഓരോ പാർട്ടി വെവ്വേറെ UDF-ൽ ചിന്തിക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് ചിന്തിക്കാറ്. അതൊക്കെ 4 മണിയാകുമ്പോഴേക്കും എല്ലാ സംശയവും തീരും. കേരളത്തിലെ ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക ജില്ലയെ അങ്ങനെ പ്രാദേശികമായി ചിന്തിക്കുന്നില്ല. കേരളത്തിന് പൊതുവെ മൊത്തത്തിൽ അനുയോജ്യ തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ തങ്ങൾ അധികാരപ്പെടുത്തി. എന്തെങ്കിലും ഒന്നും ആകണ്ട, അല്ലാതെ എന്തെങ്കിലും വെറുതെ പറയാൻ പറ്റും. വൈകിട്ട് 4 മണിയോടെ പ്രഖ്യാപനമുണ്ടാകും. ഏതായാലും ലീഗിന്റെ പട്ടിക അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. സീൽഡ് കവറിൽ അത് എത്തിയിരിക്കുന്നു. മറ്റാർക്കും അതറിയില്ല. തങ്ങളെടുത്ത തീരുമാനം എന്നാണ് അല്പസമയം മുൻപ് PMA സലാം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു പട്ടിക നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 5 മന്ത്രിമാർ എന്ന രീതിയിലേക്കാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. UDF മന്ത്രിസഭയിൽ പിന്നോക്ക ക്ഷേമ സമുദായ വകുപ്പ് മന്ത്രി കൂടി വേണമെന്ന് ശിവഗിരി മഠം. മഠവുമായി ബന്ധമുള്ള 9 പേർ ജയിച്ചു. അതിൽ 6 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നിയുക്ത മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശിവഗിരി മഠവുമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. ആ 9 പേരിൽ നിന്നും കേരളകൗമുദി എഡിറ്റോറിയൽ എഴുതിയിരുന്നു ഒരു 6 പേരെയെങ്കിലും മന്ത്രിമാരാക്കണം. ഞങ്ങൾ അതിൽ നിന്നും വേണ്ട യോഗ്യതയുള്ള 3-4 പേരെയെങ്കിലും മന്ത്രിമാരാക്കിയിരിക്കണം. അതാണ് ശിവഗിരി മഠത്തിൻ്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ഭാഗത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാനം. സുരക്ഷ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാളെ നടക്കുന്ന വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പന്തൽ നിർമ്മാണവും സ്റ്റേജ് ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. തുടക്കത്തിൽ 12,000 പേർക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് 50,000 പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തൽ ഒരുക്കുക. പാസ് ലഭിക്കാത്ത പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LED സ്ക്രീനുകളും സജ്ജീകരിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. വി ആർ റെഡി ഫോർ ഓൾ ദിസ് തിങ്. അതിനുവേണ്ടി ആവശ്യമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവരുടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങൾ ബാക്കി ആക്ഷൻ എടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ആക്ച്വലി വി ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദെയർ റെസ്പെക്ട് ഓഫീസേഴ്സ്. അതിന് കിട്ടിയ ശേഷമാണ് അറിയിക്കാൻ ഞങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനെത്തുന്നവർ 8 മണിക്കും 9-നും ഇടയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കണമെന്നാണ് അറിയിപ്പ്. UDF പ്രവർത്തകരുടെ കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പാണ് നാളെ പൂവണിയാൻ പോകുന്നത്. കാത്തിരിപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നേരിൽ കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇന്ന് രാത്രിയോടുകൂടി പന്തൽ പണികൾ ഉൾപ്പെടെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ വേണ്ട നെട്ടോട്ടത്തിലാണ് അണിയറ പ്രവർത്തകരും. അരുൺ സാറിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. അധികാരമേറ്റതിന് പിന്നാലെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി UDF സർക്കാർ. സ്ത്രീകൾക്കുള്ള KSRTC സൗജന്യ യാത്രയും ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കൂട്ടുന്നതും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാകും. ഖജനാവ് സുരക്ഷിതമെങ്കിലും UDF നേടിയ വിജയത്തിളക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. ഇന്ധനവില വർധനയുടെ ആഘാതം കുറയ്ക്കാൻ നടപടി പ്രഖ്യാപിക്കും. വില കുറയ്ക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ധനവകുപ്പിൽ കണക്കെടുപ്പ് തുടങ്ങി. അധിക നികുതി വരുമാനത്തിൽ ഒരു ഭാഗം വേണ്ടെന്ന് വെക്കാനാണ് സാധ്യത. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന തീരുമാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, യുവസംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയവയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ. ഇതിൽ KSRTC സൗജന്യ യാത്രയാകും ഉടൻ പ്രഖ്യാപിക്കുക. കൊച്ചിയിലെ ഇന്ദിരാ ക്യാൻറ്റീൻ മാതൃകയിൽ സംസ്ഥാനത്താകെ ജനകീയ ഭക്ഷണശാലകൾ സ്ഥാപിക്കുന്ന പ്രഖ്യാപനവും ഉണ്ടായേക്കും. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അല്പസമയം മുൻപ് മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടിക ഇതാദ്യമായി 24 പുറം ലോകത്തെ അറിയിച്ചിരുന്നു. അത് അന്തിമ പട്ടികയാണ്, തീരുമാനമായിട്ടുണ്ട്. 5 മന്ത്രിസ്ഥാനം എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, ഒപ്പം V അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകുമെന്നത് ഉറപ്പിച്ചിരിക്കുന്നു. ആ പട്ടിക നിയുക്ത മുഖ്യമന്ത്രിക്ക് ലീഗ് കൈമാറി. വൈകുന്നേരം 4 മണിയോടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് അല്പസമയം മുൻപ് PMA സലാം, ഒപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്നിവർ 24നോട് പറഞ്ഞത്. KR ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, യോഗത്തിന് ശേഷം നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു. എത്ര മന്ത്രിമാരുണ്ടാകും? 5 മന്ത്രിമാരുണ്ടോ എന്ന് നമ്മൾ എടുത്തു ചോദിക്കുമ്പോഴും കൃത്യമായൊരു ഉത്തരം പറയുന്നില്ല നേതാക്കളൊന്നും തന്നെ. എപ്പോഴത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? അമൃത, അനുജ, ഇപ്പോൾ അല്പം മുൻപാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. വേവുവോളം കാക്കാമെങ്കിൽ ആറുവോളം കാത്തുകൂടെ എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരായിരിക്കുമോ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരിക്കുമോ, വകുപ്പുകളുടെയൊക്കെ കാര്യത്തിൽ പോർട്ട്ഫോളിയോയിൽ മാറ്റമുണ്ടാകുമോ, ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി. പക്ഷേ അതിനൊന്നും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് പട്ടികയായിട്ടുണ്ട്, ഒരു കൺഫ്യൂഷനും ഇല്ല, നിങ്ങൾക്കൊക്കെയാണ് കൺഫ്യൂഷൻ, ലീഗിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇന്ദിരാഭവനിൽ ഇവിടെ ചർച്ചകൾ നടക്കുമ്പോൾ, നിർണായകമായ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ദിരാഭവനിലെത്തി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ പട്ടിക കൈമാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് പക്ഷേ അദ്ദേഹം തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ കയ്യിലുള്ളത് വെറും സാധാരണ കടലാസ് മാത്രമാണ് എന്നാണ്. ഇത് പട്ടികയാണോ താങ്കളുടെ കയ്യിലുള്ള കടലാസിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ലീഗ് മന്ത്രിമാർ ആരൊക്കെയാണെന്ന കാര്യം ആ പട്ടിക കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 മന്ത്രിമാരുണ്ടാകുമോ എന്നതാണ് പ്രധാനമായി നമ്മൾ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം നിങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ, 2 മണിക്കൂറാകുമ്പോഴേക്കും പൂർണ്ണമായി ഈ വിവരങ്ങളൊക്കെ തന്നെ എന്തായിരിക്കും ആ മന്ത്രിസഭയുടെ രൂപം എന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരങ്ങളൊക്കെ വരാൻ വേണ്ടി കുറച്ചു നേരം കൂടി ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മതി എന്നാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അനുജ, അമൃത, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5ാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയായിരുന്നു അവസാന മണിക്കൂറുകൾ വരെ. ആ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ലീഗ് തയ്യാറായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് ഈ പട്ടിക പുറത്തു വന്നാൽ മാത്രമേ ആ കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ഇതിൽ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ 2 പേരെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. അങ്ങനെ AKM അഷ്റഫിനെ കൂടി ഉൾപ്പെടുത്തി അബ്ദുൽ ഗഫൂറിനും AKM അഷ്റഫിനും 2.5 വർഷം എന്ന നിലയിൽ ഒരു ടേം വ്യവസ്ഥയിൽ മന്ത്രിയാക്കാനുള്ള ആലോചനകൾ ലീഗ് നടത്തുന്നു എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു പതിവ് ലീഗിനില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏതായാലും അങ്ങനെ ഒരു ടേം വ്യവസ്ഥ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷെ ആരൊക്കെയാണ് മന്ത്രിമാർ, 5 മന്ത്രിമാർ ഉണ്ടാകുമോ തുടങ്ങിയ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന, മറുപടി അറിയാൻ കാത്തിരിക്കുന്ന ആ വിഷയങ്ങളിൽ കൃത്യമായ ഒരു മറുപടി ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ 5 പേരുടെ പട്ടിക നമ്മൾ അത് സ്ഥിരീകരിച്ച വിവരം എന്ന രീതിയിൽ തന്നെ പുറത്തുവിടുമ്പോൾ അതിൽ PK ബഷീർ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള മുറവിളി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. മറ്റൊന്ന് അബ്ദുൽ ഗഫൂർ ഉണ്ട്, പകരം പാറക്കൽ അബ്ദുള്ള ഇല്ല എന്ന വിവരം. കാസർഗോട്ടിനും കോഴിക്കോട്ടിനും വേണ്ടിയൊക്കെയുള്ള മുറവിളി മറ്റൊരു ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ 5 മന്ത്രിമാർ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും സീനിയറായ PK കുഞ്ഞാലിക്കുട്ടിയൊപ്പം പുതുമുഖങ്ങൾ എന്ന രീതിയിലേക്ക് ലീഗിന്റെ മന്ത്രിപ്പട്ടിക പോവുകയാണ്.
അനുജ, ഈ കാര്യം, അതായത് കോഴിക്കോട്ടിനൊരു പ്രാതിനിധ്യം ഉണ്ടാകുമോ, കോഴിക്കോട്ട് നിന്നും ഉണ്ടാകുമോ ഒരു മന്ത്രി എന്ന് വെച്ചപ്പോൾ ജില്ലയുടെ പ്രാതിനിധ്യം നോക്കിയല്ല ലീഗ് മന്ത്രിമാരെ നിശ്ചയിക്കാറുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കെ ബഷീർ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയും അതിൽ നിന്ന് പാറക്കൽ അബ്ദുള്ള പുറത്തേക്ക് പോവുകയും ചെയ്തു എന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന വിവരം. അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പി കെ ബഷീർ ഈ മന്ത്രിസഭയിൽ ഭാഗമാകാൻ തയ്യാറാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരുടെ കാര്യത്തിൽ, അബ്ദുൾ ഗഫൂറിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ എ കെ എം അഷ്റഫിന്റെ കാര്യത്തിലും അവിടെ കാസർഗോഡ് നിന്നുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊരാവശ്യം ഒരു ഭാഗത്ത് വന്നിരുന്നു. പി കെ ബഷീറിന്റെ കാര്യത്തിൽ ശരിയാണ്, സമൂഹ മാധ്യമങ്ങളിൽ പി കെ ബഷീറിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുള്ള ഒരു പട്ടികയായിരിക്കും ലീഗിന്റേതായി പുറത്തു വരാൻ പോകുന്നത്. അവിടെ ഒരു ടേം വ്യവസ്ഥ, നേരത്തെ വന്ന വിവരങ്ങൾ, സൂചനകൾ അബ്ദുൾ ഗഫൂറിനും അതോടൊപ്പം തന്നെ എ കെ എം അഷ്റഫിനെയും ഒരു ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താനുള്ള ആലോചന ലീഗിൽ നടക്കുന്നു എന്നതാണ്. ആ ഒരു കാര്യത്തെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ടേം വ്യവസ്ഥ എന്നത് ലീഗിൽ സാധാരണ ഉള്ള കാര്യമല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പി കെ ബഷീർ ഈ പട്ടികയിൽ ഇടം പിടിക്കുകയും പാറക്കൽ അബ്ദുള്ള പുറത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളോട് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ മുൻപ് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെയായിരിക്കുമോ ഇക്കുറിയും ലീഗ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുക എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ കാര്യങ്ങളും വരാൻ വേണ്ടി 2 മണിക്കൂർ കാത്തിരുന്നാൽ മതിയെന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തിമമായ പട്ടിക ഗവർണർക്ക് കൈമാറാൻ 2 മണിക്കൂറിനകത്ത് കഴിയും എന്നൊരു ശുഭപ്രതീക്ഷയാണ് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ദിരാഭവനിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ടി സിദ്ദിഖിന്റെയും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണന്റെയും അൻവർ സാദത്തിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും ഒക്കെ കാര്യത്തിൽ എന്താണ് അവസാനമായി തീരുമാനം വരാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. അല്പം മുൻപ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ചാണ്ടിയുമ്മൻ ഒരുപക്ഷെ ഈ പട്ടികയിൽ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. 5 മന്ത്രിമാർ ലീഗിൽ നിന്നുണ്ടാകും. അത് പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, ഒപ്പം വി അബ്ദുൾ ഗഫൂർ എന്നിവരാകും. അതിൽ വകുപ്പ് മാറ്റത്തിന് സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഫിഷറീസ്, ഗ്രാമവികസന വകുപ്പ് അത് ലീഗിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിച്ച് പറയാം, ലീഗിന് ഇക്കുറി 5 മന്ത്രിമാർ ഉണ്ടാകും. പുതിയ മന്ത്രിസഭാംഗങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങില്ല. മുൻമന്ത്രി VN വാസവൻ ഉപയോഗിച്ച കാറ് മുഖ്യമന്ത്രിക്ക് നൽകും. 13ാം നമ്പർ കാർ ആർക്ക് എന്നതും കൗതുകമാകും. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, അതേപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ, അത് വലിയ പണം ചിലവാക്കേണ്ട, അങ്ങനെ ദൂർത്ത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് VD സതീശൻ ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പഴയ മന്ത്രിമാർ ഉപയോഗിച്ച കാറുകൾ തന്നെ ഉപയോഗിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടൂറിസം വകുപ്പിന്റെ ഗ്യാരേജിലാണ്. അവിടെ നമുക്ക് ഈ പല കാറുകൾ കാണാം. ഈ 11ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത് P രാജീവാണ്. തൊട്ടപ്പുറത്ത് 20ാം നമ്പർ കാറുണ്ട്, അത് ഉപയോഗിച്ചിരുന്നത് വീണ ജോർജ് ആണ്. അതിനുമപ്പുറത്തേക്ക് 10ാം നമ്പർ കാർ അത് KN ബാലഗോപാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 17ാം നമ്പർ കാറുണ്ട്, അത് മുഹമ്മദ് റിയാസ് ഉപയോഗിച്ച കാറാണ്. അങ്ങനെ മുഴുവൻ കാറുകളും, പഴയ മന്ത്രിമാർ ഉപയോഗിച്ച മുഴുവൻ കാറുകളുമായിരിക്കും UDF സർക്കാരിന്റെ മന്ത്രിമാരും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് VN വാസവൻ, കഴിഞ്ഞ തവണ തുറമുഖ മന്ത്രിയായിരുന്ന VN വാസവൻ ഉപയോഗിച്ച കാറ് അതായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ ഉപയോഗിക്കുക എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ കാരണം ഏറ്റവും കുറവ് ദൂരം യാത്ര ചെയ്ത ഉപയോഗിച്ച വാഹനമാണ്. കാരണം നമുക്കറിയാം VN വാസവന്റെ വാഹനം കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെടുകയും പിന്നീട് മറ്റൊരു പുതിയ വാഹനം അടക്കം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ആ വാഹനമായിരിക്കും VD സതീശൻ ഉപയോഗിക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് ഇപ്പോൾ വരുന്നത്. ഏതായാലും ആ വാഹനം ഇപ്പോൾ സർവീസിംഗിന് അല്ലെങ്കിൽ മറ്റു മെയിൻ്റനൻസിനായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്, ടൂറിസം വകുപ്പിന് തന്നെ വർക്ക്ഷോപ്പിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റ് മന്ത്രിമാരുടെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഏതായാലും ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ആ രീതിയിലൊരു ക്രമീകരണം അത് പുതിയ സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്യാരേജിൽ നിരവധി വണ്ടികൾ നമുക്കിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ കാണാൻ സാധിക്കും. പക്ഷേ ആ കിയ കാർ മാത്രം കണ്ടില്ല. അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു VIP യാത്ര എന്നൊക്കെ രീതിയിൽ ടൂറിസം വകുപ്പ് മാറ്റാനുള്ള സാധ്യതയും നമുക്കുണ്ട്. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. മറുഭാഗത്ത് CPIM-ന്റെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനും അതിരൂക്ഷമായ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിലെ മണ്ടത്തരമെന്നും MV ഗോവിന്ദന്റെ ഓരോ പ്രതികരണത്തിലും ജനങ്ങൾ പാർട്ടിക്കെതിരാകുന്നുവെന്നും വിമർശനമുയർന്നു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സമാനതകളില്ലാത്ത വിമർശനമാണ് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ നേരിടുന്നത്. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമെന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കാൻ ഒരു നയം, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താൻ മറ്റൊരു നയം. ഇടതുപക്ഷത്തിന്റെ അവസാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിണറായി വിജയനായാൽ അതിശയപ്പെടാനില്ലെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കുറ്റപ്പെടുത്തൽ.
തോൽവിയുടെ ആഘാതം കൂട്ടിയതിൽ പ്രധാന ഉത്തരവാദിത്തം പിണറായിക്കെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി. AK ബാലനും വെള്ളാപ്പള്ളി നടേശനും ഒരേ ശബ്ദമെന്നും വിമർശനം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ MV ഗോവിന്ദനെതിരെ ഉയർന്നത് വലിയ കുറ്റപ്പെടുത്തൽ. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും വിഷയങ്ങൾ മലബാറിലാകെ എതിർവികാരമുണ്ടാക്കി. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണങ്ങളിൽ വ്യക്തതയില്ലെന്നും ചിലത് പരിഹാസ്യമായി മാറിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തിരുത്തണമെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും ജില്ലാ നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുസ്ലിം ലീഗിനെതിരായ കടന്നാക്രമണം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗിന് കടുത്ത ഹിന്ദു വിരുദ്ധതയാണ് എന്നാണ് SNDP യോഗം മുഖപത്രം യോഗനാഥത്തിലെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത്. UDF മന്ത്രിസഭാ രൂപീകരണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. അധികാരത്തിന്റെ മറവിൽ മതതീവ്രവാദികളെ സംരക്ഷിക്കുകയാണ് മുസ്ലിം ലീഗ്. UDF ആണ് ജയിച്ചതെങ്കിലും മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി വിമർശിക്കുന്നു. മതേതര സമൂഹത്തിനു മുന്നിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗ് KM ഷാജിയെപ്പോലുള്ളവരെ മന്ത്രിയാക്കിയാൽ മതേതരത്വം പൂത്തുലയുമോ എന്നും പരിഹാസം. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപവും മാറാട് കലാപവും മറന്നിട്ടില്ലെന്നും എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി കുറിച്ചു. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്ന ഭീഷണി കലർന്ന മുന്നറിയിപ്പോടെയാണ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. ലീഗിനെ ആക്രമിക്കുന്ന ശൈലി നാട്ടിൽ സ്പർദ്ധ വളർത്താനാണെന്നും വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും KC വേണുഗോപാലിന്റെ പ്രതികരണം. ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, നല്ല ഉദ്ദേശമല്ല. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം മുസ്ലിം വിരുദ്ധത പറയുന്നുവെന്ന് അമ്പലപ്പുഴ നിയുക്ത MLA G സുധാകരൻ. ഏറ്റവും അത്ഭുതകരം മുസ്ലിം ബൂത്തുകളിൽ 99% എനിക്ക് ഭൂരിപക്ഷം. ഈസ് ജനറൽ സെക്രട്ടറി ഓഫ് SNDP. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്തിനാണ് കാണുന്നത്? വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടി ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി കണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമാണെന്നും G സുധാകരൻ പറഞ്ഞു. 24 ആലപ്പുഴ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. NTA-ക്കെതിരെയാണ് നിർണായക തെളിവുകൾ CBIക്ക് ലഭിച്ചത്. ചോദ്യപേപ്പറുകൾ ചോർന്നത് NTA-ക്കുള്ളിൽ നിന്നാണ് എന്നും കണ്ടെത്തൽ. ചോദ്യക്കടലാസ് തയ്യാറാക്കിയവരും പരിഭാഷകരും CBI നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നോ എന്ന് CBI പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളിൽ നിന്ന് 2 സെറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നാണ് CBI കണ്ടെത്തൽ. ഒന്ന് കൈപ്പടയിലും മറ്റൊന്ന് ടൈപ്പ് ചെയ്ത രൂപത്തിലും. കെമിസ്ട്രി വിഭാഗം PV കുൽക്കർണിയും ബയോളജി ഭാഗങ്ങൾ മനീഷ മന്ധാരയുമാണ് ചോർത്തിയത്. ചോദ്യക്കടലാസ് തയ്യാറാക്കിയവരും പരിഭാഷകരും നിലവിൽ CBI നിരീക്ഷണത്തിലാണ്. സംശയത്തിലുള്ളവരുടെ പട്ടിക ഇതിനോടകം NTA CBIക്ക് കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 9 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. പിന്നാലെ നിലവിലുള്ള ചോദ്യപേപ്പർ നിർമ്മാണ സമിതിയെ പൂർണ്ണമായും ഒഴിവാക്കാനും NTA തീരുമാനിച്ചു. അതേസമയം കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നതായി CBI സംശയിക്കുന്നു. രാജസ്ഥാനിൽ അറസ്റ്റിലായ BJP നേതാവ് ദിനേശ് വിവാളിന്റെ കുടുംബത്തിലെ 5 പേർക്ക് കഴിഞ്ഞ തവണ നീറ്റിന് ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു. +2 ശരാശരി മാർക്ക് മാത്രമുള്ള ഇവർക്ക് നീറ്റിൽ ഉയർന്ന സ്കോർ കിട്ടിയതിനെക്കുറിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് 2 മന്ത്രിസ്ഥാനം എന്നതിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ ചർച്ചകൾക്കായി KPCC-യിലേക്ക് PJ ജോസഫും മോൻസ് ജോസഫും എത്തുകയാണ്. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്നതാണ് PJ ജോസഫ് നൽകിയ പ്രതികരണം. ഏതായാലും കാത്തിരിക്കാം. ആ യോഗം അധികം നീളാൻ സാധ്യതയില്ല. കാരണം പട്ടിക പുറത്തുവിടണം, അതിനുശേഷം ഗവർണറെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് നീളില്ല. ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് യാത്രയാരംഭിച്ച രാജധാനി എക്സ്പ്രസിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 5:15 അപകടം. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമായിരുന്നു അഗ്നിബാധ. ട്രെയിനിന്റെ B1 എഞ്ചിൻ കമ്പാർട്ട്മെന്റുകളിലായിരുന്നു തീപിടുത്തം. മലയാളികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ട്രെയിനിലുണ്ടായിരുന്നു. യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. തീപിടുത്തമുണ്ടായ ബോഗികൾ ട്രെയിനിൽ നിന്ന് വേർപെടുത്തി.
2 ഫയർ എഞ്ചിനുകളെത്തിയാണ് തീയണച്ചത്. ബോഗികൾ പൂർണ്ണമായും കത്തിയമർന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അപകടത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. 24 ഡൽഹി. ക്യാൻസറിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ സൗഹൃദ സംഗമം. ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ക്യാൻസർ അതിജീവിതരും ചികിത്സയിൽ കഴിയുന്നവരും കുടുംബങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമായി. ഡോക്ടർ വി പി ഗംഗാധരന്റെ കൈപിടിച്ച് ക്യാൻസറിനെ അതിജീവിച്ച ഒട്ടേറെ പേർ, ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നവർ, ക്യാൻസർ പിടിപെട്ട് മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു ചേർന്നത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും നേർസാക്ഷ്യമായി. ക്യാൻസറിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ ആടിയും പാടിയും ദിവസം ആഘോഷമാക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. ക്യാൻസർ ഭേദമാകാത്ത രോഗമല്ലെന്നും അതിനെ പൊരുതി തോൽപ്പിക്കാനുള്ള കരുത്താണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നൽകുന്നതെന്നും ഡോക്ടർ വി പി ഗംഗാധരൻ. ഇവിടെ നമുക്ക് ചികിത്സയിലിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരും കൂടെ വന്നിരിക്കുമ്പോൾ അവർക്കൊരു വലിയ പ്രചോദനമാണ്. ഞങ്ങളും ഇതുപോലെ മുന്നോട്ട് വരും എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് തന്നെയാണ്. അതായത് ക്യാൻസർ നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു അസുഖമല്ല എന്ന് തറപ്പിച്ച് പറയുന്ന സിറ്റുവേഷനാണ്. 20 വർഷമായി കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഈ ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു. തൃപ്പൂണിത്തുറ ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ സൗഹൃദ ഗംഗ എന്ന പേരിലായിരുന്നു പരിപാടി. പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികളെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. പെരുമാറ്റം കൊണ്ടും സ്നേഹം കൊണ്ടും സ്നേഹഗംഗ കൊണ്ടും തന്നെയാണ് നമ്മുടെ ലോകത്തിന്റെ കുറച്ചു ഭാഗം മാറുന്നത്. മരുന്നുകൾക്കും മറ്റുള്ള യന്ത്രസാമഗ്രികൾക്കും ശാസ്ത്രബോധത്തിനൊക്കെ മാറ്റാൻ കഴിയുന്നതിനപ്പുറം മനുഷ്യ മനസ്സിന് ആളുകളെ മാറ്റാൻ കഴിയും. ഈ ഗംഗ ഒരിക്കലും നിന്നു പോകാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഗംഗ അങ്ങനെ ഒഴുകട്ടെ. സിനിമാ താരങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സിദ്ധാർത്ഥ് ശിവൻ ഉൾപ്പെടെ പ്രമുഖർ ഒട്ടേറെ പേരും പരിപാടിയുടെ ഭാഗമായി. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം താമസം തുടങ്ങി. രാവിലെ 10:30 പാലുകാച്ചൽ ചടങ്ങ് നിർവഹിച്ച് വിജയനും കുടുംബവും ഗൃഹപ്രവേശം നടത്തി. സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് വീട്ടുടമയായ വിജയൻ പറഞ്ഞു. ടൗൺഷിപ്പിൽ ഇന്ന് പുഞ്ചിരികൾ നിറഞ്ഞ ദിവസമാണ്. ആദ്യഘട്ടത്തിലെ 178 വീടുകളിലൊന്നിൽ മുന്നോട്ടുള്ള ദിനങ്ങൾ വിജയൻ ചേട്ടനും കുടുംബത്തിനും പ്രതീക്ഷകളുടേത്. ടൗൺഷിപ്പിലെ ആദ്യ താമസക്കാരെ കാണാനെത്തിയ സന്ദർശകരെ സാക്ഷിയാക്കി കുടുംബം പാലുകാച്ചി ചരിത്രം കുറിച്ചു. ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പാലുകാച്ചൽ ആണ് നടന്നത്. ഞങ്ങൾ സന്തോഷങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും സന്തോഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ 24-നും അതുപോലെ തന്നെ ഇവിടെ വന്ന എല്ലാ മീഡിയാസിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. തെല്ലൊരു സങ്കടം മനസ്സിൽ വെച്ചാണ് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതെന്നും പുതിയ സർക്കാരിന് ടൗൺഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ എന്നും മുൻ മന്ത്രി OR കേളു പറഞ്ഞു. പാലുകാച്ചൽ കർമ്മത്തിൽ കൂടാനൊക്കെ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. താമസിയാതെ ബാക്കിയുള്ള കുടുംബത്തിന് കൂടി വേഗം തന്നെ ഗൃഹപ്രവേശനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അപ്പോൾ നേരത്തെയുള്ള ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളെ നിലവിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യഘട്ടത്തിലെ വീടുകളിൽ 19 വീടുകൾ കൂടിയാണ് ഇനി സാങ്കേതികമായി കൈമാറാനുള്ളത്. കൈമാറ്റം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വീട്ടുകാർ ടൗൺഷിപ്പിൽ താമസം തുടങ്ങും. കൽപ്പറ്റയിലെ സർക്കാർ ടൗൺഷിപ്പിൽ ഇനി അങ്ങോട്ട് വിജയൻ ചേട്ടനും കുടുംബവും ഉണ്ടാവും. വിജയൻ ചേട്ടനും കുടുംബത്തിനും കൂട്ടായി വരും നാളുകളിൽ മറ്റു കുടുംബങ്ങളും. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്.
അങ്ങനെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരൊക്കെയാകും ക്യാബിനറ്റിൽ ഉണ്ടാവുക എന്നുള്ളതറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ പട്ടിക പുറത്തു വരുമെന്ന് നമ്മൾ കരുതുന്നു. ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമാണ് അന്തിമ ധാരണയായിട്ടുള്ളത്. ആ വാർത്ത 24 അല്പസമയം മുൻപ് പുറത്തുവിട്ടു. 5 മന്ത്രിമാർ എന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇനിയും 3 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമാകാനിരിക്കുന്നു. ഘടകകക്ഷികളുടെ കാര്യത്തിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. 1 PM ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു.